കോഴിക്കോട് ജില്ലയുടെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മൾ കേരളം ഒട്ടാകെയുള്ള കണക്കുകളൊക്കെ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. കോഴിക്കോട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഈ ലഹരി മാഫിയ പിടിമുറുക്കുന്നതാണ് കാണുന്നത്. ഈ വർഷം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ മാർച്ച് 11 ആകുന്നതേ ഉള്ളൂ. ഈ വർഷം ഇതുവരെ 716 കേസുകൾ, ലഹരിയുമായി ബന്ധപ്പെട്ട 716 കേസുകളാണ് ഉണ്ടായത്. അതിൽ 819 പേർ പിടിയിലായിട്ടുണ്ട്. അതിന് നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ല. ലഹരി വിൽപ്പനയും ഉപയോഗവും വ്യാപകമാവുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവിടെ ആശങ്കയിലുമാണ്. ദിസ്ന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. ദിസ്ന, ഇതൊന്നും നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന കണക്കുകളല്ല. കൃത്യമായി കേസെടുത്തിട്ടുള്ളതാണ്. 819 പേർ പിടിയിലായിട്ടുമുണ്ട്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഊതിപ്പെരുപ്പിച്ച കണക്ക് എന്ന് തോന്നുമ്പോൾ യഥാർത്ഥ കണക്കാകുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക വളരെ വലുതാണ്. എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കാലയളവ് വരെ ഉണ്ടായിട്ടില്ല എന്നുകൂടി പറയേണ്ടി വരും. വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ 2025 ഇതുവരെയായി സിറ്റി പോലീസ് പരിധിയിൽ 596 കേസുകളും റൂറൽ പോലീസ് പരിധിയിൽ 223 ലഹരി കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെ 819 പേരാണ് കോഴിക്കോട് ജില്ലയിൽ ഈ വർഷം തന്നെ പിടിയിലായിരിക്കുന്നത് എന്ന കണക്കുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. പ്രധാനമായും ഗ്രാമനഗര വ്യത്യാസമില്ലാതെയാണ് ഈ പ്രതികളെ പിടികൂടിയിരിക്കുന്നത് എന്നുകൂടിയാണ് ACP ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയും നമ്മൾ എടുത്തിരുന്നു. അതിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നത് കേസുകൾ വർദ്ധിക്കുമ്പോഴും ശക്തമായ രീതിയിലുള്ള പരിശോധനയും അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ ഡിഹഡ് മുതലായ ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ്. പക്ഷെ വലിയ ആശങ്കയിലാണ് കോഴിക്കോട് ജില്ലയിലെ ആളുകൾ. നമുക്കറിയാം, സമാനമായ രീതിയിൽ പലതരത്തിലുള്ള ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം MDMA വിഴുങ്ങി യുവാവ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ വ്യക്തമായി ലഹരി വസ്തു അകത്ത് ചെന്നിട്ടാണ് മരണം ഉണ്ടായത് എന്നുള്ള സ്ഥിരീകരണങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിൽ കൂടി തന്നെയാണ് കോഴിക്കോട് ജില്ല കടന്നു പോകുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം ജനൻ TV തന്നെ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. ബീച്ച് ആശുപത്രിയിലെ ലഹരി മരുന്നിന്റെ വ്യാപകമായ ഉപയോഗം, പട്ടാപ്പകൽ പോലും ലഹരി മരുന്ന് ഉപയോഗിക്കുകയാണ്. ലഹരി വിമോചന കേന്ദ്രത്തിന് മുന്നിലാണ് അത്തരത്തിലുള്ള ലഹരി മരുന്നിന്റെ ഒക്കെ ഉപയോഗം. അത്തരത്തിൽ നിരവധി കേസുകളാണ് ദിവസം തോറും കോഴിക്കോട് ജില്ലയിൽ വർദ്ധിച്ചു വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. പ്രത്യേകിച്ച് ഈ താമരശ്ശേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വലിയ രീതിയിൽ ലഹരി മാഫിയയുടെ ഒരു കേന്ദ്രമായി മാറുന്നു എന്നുള്ള വ്യാപകമായ പരാതി വന്നിരുന്നു. പ്രത്യേകിച്ച് ഷഹബാസിന്റെ കൊലപാതക സമയത്തൊക്കെ തന്നെയും പിതാവ് നൽകിയ പ്രതികരണത്തിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വലിയ രീതിയിൽ ലഹരി മാഫിയയുടെ ഒരു കടന്നുകയറ്റം ആ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നൊരു കാര്യം തന്നെ ഈ പിതാവ് പറഞ്ഞിരുന്നു. അങ്ങനെ കോഴിക്കോട് ജില്ലയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വർധനവ് തന്നെയാണ് ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ പരിശോധന ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് പോലീസ് തലത്തിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത്. നമുക്കറിയാം, ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രധാനമായും ഈ സ്കൂൾ അടയ്ക്കേണ്ട കാലഘട്ടത്തിലേക്ക് കടക്കുന്നു. ആ സമയത്തൊക്കെ തന്നെയും വ്യാപകമായി വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ തന്നെയും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതൊരു ആക്രമണത്തിലേക്ക് കടക്കാതെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ തന്നെയും ഒഴിവാക്കി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് യുവതലമുറയെ കേന്ദ്രീകരിച്ച് സാമൂഹികപരമായ കൂട്ടായ്മയിലൂടെ ഈ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുവാനുള്ള പദ്ധതികൾ പോലീസിൽ ഉൾപ്പെടെ ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്നു എന്നൊരു വിവരം തന്നെയാണ് ACP ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും ഇന്നലെ നമുക്ക് ലഭ്യമായിട്ട്. നമുക്കറിയാം, സ്കൂൾ തലം മുതൽ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രൂപ്പുകൾ തുടങ്ങുന്നു. പ്രത്യേകിച്ച് ഈ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കുന്നു. അത്തരത്തിലേക്കുള്ള ഒരു സമീപനത്തിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നത്. പക്ഷേ ഈ കണക്കുകൾ എന്തുകൊണ്ടാണ് നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ 2025 ആവുന്നതേയുള്ളൂ, അപ്പോൾ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കേസിന്റെ വർധനവുണ്ടാവുന്നു? അതും ഈ പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ തന്നെയും എന്ന് പറയുന്നത് യുവാക്കളിലാണ് വലിയ രീതിയിൽ ഇത്തരത്തിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ്. വലിയ സംഘങ്ങളായി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതിലൊരു കണ്ണിയെ മാത്രം പോലീസിന് പിടികൂടാൻ കഴിയുന്നു. പിന്നീട് അന്വേഷണം വ്യാപകമാവുമ്പോഴാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘങ്ങളായി കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകൾ വിൽപ്പന നടത്തുന്നത് എന്നൊരു വിവരം പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ആ ലഹരി മരുന്ന് ഉപയോഗം പിന്നീട് അക്രമത്തിലേക്കും കടക്കുന്നു. അത് കിട്ടാതാകുമ്പോൾ വീട് കയറി മോഷണം നടത്തി ഉൾപ്പെടെ പണം കണ്ടെത്തി ലഹരി വാങ്ങുവാനുള്ള ഒരു സാധ്യത യുവാക്കൾക്കിടയിൽ ഉയരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമത്തിൽ തന്നെയാണ് ഈ ലഹരി ഉപയോഗം കൊണ്ടുപോകുന്നത് എന്ന് ഞെട്ടിക്കുന്ന കണക്കുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ ഞാൻ നേരത്തെ കണക്കുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റൂറൽ മേഖലയിലും സിറ്റി മേഖലയിലും വലിയ രീതിയിലുള്ള കേസിന്റെ വർധനവ് ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും നടക്കുന്ന പരിശോധനകളിൽ MDMA ഉൾപ്പെടെ വലിയ രീതി
രീതിയിലുള്ള ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടുന്നു. അത്തരത്തിൽ ഒരു സംഘങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ലഹരി മാഫിയയുടെ ഒരു കേന്ദ്രമായി കോഴിക്കോട് ജില്ല മാറുന്നു എന്ന വസ്തുത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബീച്ച് ആശുപത്രി പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾ വന്നു പോകുന്ന ഇടങ്ങളിൽ പോലും വ്യാപകമായി ലഹരിയുടെ ഉപയോഗം ഉണ്ടാവുന്നു എന്നതാണ് വസ്തുത. വീണ. ഓക്കെ, ശരി ദിസ്ന. ഇത് ആശങ്കപ്പെടുത്തുന്നു. ഓരോ ദിവസവും വരുന്ന കണക്കുകൾ നമുക്ക് ഈ തരത്തിൽ തന്നെ ടെൻഷൻ ഉണ്ടാക്കുന്ന കണക്കുകളാണ്.